ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. യോജിപ്പിക്കാം. ബ്രാക്കറ്റിൽ ജറാദ്, തോഹിർ, കറാഹത്ത്, നഫ്ല്, ഖലാ, സുന്നത്ത് എന്നിങ്ങനെ. ഒന്നാമത്തെ ചോദ്യം മുസ്തഹബിൻ്റെ മറ്റൊരു പേര് എന്താണ്? നഫ്ൽ എന്നതാണ് ശരി. രണ്ടാമത്തത് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ് ഖലാ ആയതിനെ. മൂന്നാമത്തത് ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം തോഹിറാണ്. 4 നജസ് അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ് ജറാദ്. 5 വുളൂഇൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കുന്നതിൻ്റെ വിധി കറാഹത്താണ്. വളരെ എളുപ്പമുള്ളതാണ്, എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരി അടയാളപ്പെടുത്താം. ഒന്നാമത്തത് ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം. ബ്രാക്കറ്റിൽ 3 കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി അതിൻ്റെ മേലെ നമ്മൾ ടിക്കറ്റ് കൊടുത്താൽ മതി. 1 സെക്കൻഡ്, 1 ദിവസം, 7 ദിവസം. ഹൈലിൻ്റെ ചുരുങ്ങിയ സമയം ഏതാണ്? 1 ദിവസമാണ്. 2 തയമ്മുമിൻ്റെ ഫറലാകുന്നു. മുഖം തടവൽ, തല തടവൽ, കാല് തടവൽ. മുഖം തടവലാണ്. 3 ബാങ്കിൻ്റെ ശേഷം സ്വലാത്തു ചൊല്ലൽ. ഫറല്, ഷർത്ത്, സുന്നത്ത്. സുന്നത്താണ് ശരി. 4 ഫാത്തിഹയിൽ പെട്ടതാണ് അഊദു ബിസ്മി വജ്ജഹ്തു. ബിസ്മിയാണ് ഫാത്തിഹയിൽ പെട്ടത്. 5 സുബഹിൽ സുന്നത്താണ് അത്തഹിയാത്ത്, ആയത്തുൽ കുർസി, കുനൂത്ത്. കുനൂത്താണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തത് യോജിച്ച സ്ഥാനത്ത് എഴുതാം. ബ്രാക്കറ്റിൽ നിങ്ങൾ നോക്കൂ. ഒന്നാമത്തതിൽ നീയത്തുണ്ട്, തല തടവലുണ്ട്, കിബിലക്ക് മുന്നിടലുണ്ട്, മിസ്വാക്ക് ചെയ്യലുണ്ട്, വെള്ളം തൊഹൂറായിരിക്കലുണ്ട്, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. 3 കള്ളികളിലായിട്ട് അതിന് ഹെഡിങ് കൊടുത്തത് നോക്കൂ നിങ്ങൾ. വുളൂഇൻ്റെ ഷർത്തുകൾ. അപ്പോൾ ഇതിൽ വുളൂഇൻ്റെ ഷർത്തുകൾ ഏതാണെന്ന് ഈ ഭാഗത്ത് എഴുതണം. വുളൂഇൻ്റെ ഫറലുകൾ ഏതാണെങ്കിൽ അതിൻ്റെ ചോട് എഴുതണം. വുളൂഇൻ്റെ സുന്നത്തുകൾ ഏതാണെങ്കിൽ അതിൻ്റെ ചോട് എഴുതണം. ഓരോന്നിനും 2 കള്ളികളുണ്ട്. അപ്പോൾ 6 എണ്ണം, 2 എണ്ണം വീതം നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. വുളൂഇൻ്റെ ഷർത്ത് ഏതാണ്? ഇതിൽ വെള്ളം തൊഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളമൊലിപ്പിക്കൽ. വുളൂഇൻ്റെ ഫറല് തല തടവൽ, നീയത്ത്. വുളൂഇൻ്റെ സുന്നത്ത് ഖിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ. രണ്ടാമത്തെ ചോദ്യത്തിലായിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തത് മുസ്ലിം ആവുക, അള്ളാഹുവിനെ സ്തുതിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, 40 ആളെ കൊണ്ടായിരിക്കുക, സ്വതന്ത്രനാവുക. അപ്പോൾ ഈ 6 എണ്ണത്തിന് നമ്മൾ വേർതിരിക്കേണ്ടത് എങ്ങനെയാണ്? ഖുതുബയുടെ ഫറല്, ജുമുഅ സ്വഹിയാവാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാവാനുള്ള ഷർത്ത് ഈ ഹെഡിങ്ങിൻ്റെ താഴെയാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക, നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക ഖുതുബയുടെ ഫറലാണ്. 40 ആളെ കൊണ്ടായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, ജുമുഅ സ്വഹിയാവാനുള്ള ഷർത്താണ്. മുസ്ലിം ആവുക, സ്വതന്ത്രനാവുക, ഹജ്ജ് വാജിബാവാനുള്ള ഷർത്താണ്. വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. വ്യക്തമാക്കാനാണ്. 1 ജുമുഅയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത്. എന്താണ് അതിൻ്റെ ആൻസർ? ഖതീബ് പുരുഷനാവുക, അറബിയിലായിരിക്കുക. അപ്പോൾ നമ്മൾ ഓതുന്ന ഭാഷ അറബി ആയിരിക്കണം, ഓതുന്നവൻ ആണായിരിക്കണം. രണ്ടാമത്തത് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം, ഏറ്റവും നല്ല സമയം ഏതാണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുന്നെയാണ്. മൂന്നാമത്തത് നോമ്പിൻ്റെ ഫറലുകൾ. 1 നീയത്ത്, 2 നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ വർജിക്കുക. 5ാമത്തെ ചോദ്യം ക്രമത്തിൽ എഴുതാനാണ്. തെറ്റിച്ച് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1 മത്ഹറത്തുൻ ലി റബ്ബി ലിൽ ഫമി അസിവാക്കു മറുലാത്തുൻ. വളരെ സിമ്പിളാണ്. അസിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മറുലാത്തുൽ ലി റബ്ബി. രണ്ടാമത്തത് അസ്വലാത്തു അഹദുക്കും ഇദാ ഹലറത്തിൽ ഫൽയുഅദ്ദിൻ ലക്കും. ഇദാ ഹലറത്തി സ്വലാത്തു ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും എന്നതാണ് അതിൻ്റെ ശരിയായ രൂപം. 6ാമത്തത് ഒറ്റ വാക്കിൽ എഴുതാം. 1 ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമലാണ് ഉംറ. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് ഫർള് നോമ്പിന് ഫജ്റിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബാണ്. സുന്നത്ത് നോമ്പിന് നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ വെച്ചാൽ മതി. പക്ഷേ ഫർള് നോമ്പിന് നമുക്ക് രാത്രി തന്നെ വെക്കണം, ഫജ്റിന് മുമ്പായി വെക്കണം. മൂന്നാമത്തത് കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ അഥവാ ഫിത്ർ സക്കാത്ത്, നമ്മൾ പെരുന്നാളിന് കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത് പിന്തിപ്പിക്കൽ എന്താണ്? ഹറാമാണ്, പെരുന്നാൾ ദിവസത്തെ തൊട്ട്. 4ാമത്തത് റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരം തറാവീഹ്, എളുപ്പമാണ്. 7ാമത്തെ ചോദ്യം നോക്കാം, പൂർത്തിയാക്കാം. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൽ ഡാഷ് വിത്ർ കൂടാതെ ഡാഷ് 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. അങ്ങനെ അത്
ഫിൽ ചെയ്യുക. രണ്ടാമത്തത് റബ്ബന ലക്കൽ ഹംദു ഡാഷ് മിൽ അസ് സമാവാതി ഡാഷ് വമിൽ അൽ അർളി വമിൽ അ മാ ശിഅത മിൻ ഡാഷ് ഷൈഇൻ ബഅദ്. ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായ രൂപം. മൂന്നാമത്തത് 5 ഒട്ടകത്തിന് 1 ആടും 30 പശുവിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് 1 ആടും സക്കാത്തായി നൽകണം. അങ്ങനെ അതും ഫില്ല് ചെയ്യാം. എട്ടാമത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. നിസ്കാരത്തിലെ കൗലിയായ ഫർളുകൾ ഏതെല്ലാം? വാക്കുകൊണ്ട് നമ്മൾ ഉച്ചരിക്കേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതണം, തശഹുദ് നാവ് കൊണ്ട് പറയുന്നതാണ്, സ്വലാത്ത് നബിയുടെ മേലുള്ള സലാത്ത്, സലാം വീട്ടുന്നത്. 2 ജംഉ തഖ്ദീം എന്നാൽ എന്താണ്? അസർ ളുഹറിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ചു നിസ്കരിക്കലാണ് ജംഉ തഖ്ദീം. മൂന്നാമത്തത് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, കർണുൻ മനാസിൽ, ദാത്തു ഇർക്ക്. ഇവകളാണ് അതിൻ്റെ ആൻസർ. ഓരോ വിഷയത്തിൻ്റെയും പ്രത്യേകം ഷോർട്ട് നോട്ടുകളുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ 50 രൂപ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പിൽ അയച്ചാൽ ഉടനെ തന്നെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങൾ അയച്ച പൈസ തിരികെ അയക്കുകയും ചെയ്യും. ഓരോ വിഷയത്തിൻ്റെയും ഷോർട്ട് നോട്ടുകൾക്ക് കൂടെ താരീഖിലെ പ്രധാനപ്പെട്ട ഹിജ്റ വർഷങ്ങൾ അടങ്ങിയ ഒരു PDF-ഉം അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിൽ വന്ന ആയത്ത്, ഹദീസ് ഇവകളുടെ അറബിയും അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി നടന്ന പരീക്ഷകളുടെ ഉത്തരങ്ങൾ അടങ്ങിയ ചോദ്യപേപ്പറുകളുടെ PDF എല്ലാം ഉണ്ടാകും. എല്ലാറ്റിനും കൂടെ 50 രൂപയാണ്. ആവശ്യക്കാർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്.